മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിൽ അനർഹരെ ഉൾപ്പെടുത്തിയെന്ന പരാതി. പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് തയ്യാറാകുന്നു. ചില റവന്യൂ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ദുരന്തബാധിതരല്ലാത്ത ആളുകളെ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. മറ്റിടങ്ങളിൽ സ്വന്തമായി വീടുള്ള 3 പേരെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ആരോപണം ഉയരുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. പറയൂ സുർജിത്ത്. SKN ഈ അവസാനം ഇറങ്ങിയ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് 49 പേരുടെ ഗുണഭോക്തൃ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ പരാതി ഉയരുന്നത്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർത്തുന്നത്. അതായത് മറ്റിടങ്ങളിൽ വീടുള്ളവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കുടുംബത്തിൽ തന്നെ താമസിച്ചിരുന്ന 2-3 പേർക്ക് വീട് അനുവദിച്ച് നൽകിയിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസിന് പരാതി നൽകിയിട്ടുള്ളത്. വിജിലൻസിന്റെ ഇതുമായി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതെന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസിന് പരാതി നൽകുകയും വിജിലൻസ് അതിന്റെ പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിച്ചാൽ FIR ഇട്ട് അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. എന്തായാലും നേരത്തെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ നടത്തിയതാണ്. ഈ മാനദണ്ഡ പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെട്ട 3 പേർക്ക് പൂർണ്ണമായും ഈ വീടുകൾക്ക് അർഹതയില്ല എന്നുള്ളതാണ്, 3 കുടുംബങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ 9 പേരുടെ മാനദണ്ഡം പരിശോധിച്ചാൽ 100-ലേറെ പേർക്ക് വീട് അനുവദിക്കേണ്ടി വരും. അത് ആ ഒരു മാനദണ്ഡ പ്രകാരം തന്നെ 109 പേർക്ക് വീട് അനുവദിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി. എന്തായാലും പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. താങ്ക് യു സുർജിത്ത്. മുണ്ടക്കൈ ചൂരൽമല പോലെ ഒരു ദുരന്തത്തിലും പണം വാങ്ങി ഇങ്ങനെ വേണ്ടതിനും കാണിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ അയ്യേ, നാണക്കേട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.